പത്രവാർത്തകൾ എന്ന കാര്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഷിജോ വെട്ടിക്കുഴയുണ്ട്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. വിവിധങ്ങളായ കുറേ വാർത്തകളുണ്ടല്ലോ അല്ലേ? അതെ, ഒരുപാട് വാർത്തകൾ ഇന്ന് കാണാനുണ്ട്. എന്നാലും പ്രധാനമായും തെരഞ്ഞെടുപ്പ് ചൂടിലാണല്ലോ നാട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കാണ് വലിയ പ്രാധാന്യം നമുക്ക് മുൻപേജിലും ഉൾപേജുകളിലും കാണാൻ കഴിയുന്നത്. മലയാള മനോരമയിൽ നിന്ന് തുടങ്ങാം. മനോരമയുടെ മുൻപേജിൽ പ്രാധാന്യത്തിൽ ഇന്ന് ഉള്ള ഒരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് ജി സുധാകരൻ്റെ ഒരു പ്രതികരണമാണ്. ചെറ്റപ്പുരയിൽ വളർന്നവനാണ്, ആ വിളിയിൽ അഭിമാനം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഈ വാർത്ത നൽകുകയാണ്. മുഖ്യമന്ത്രിയുടെ ചെറ്റപരാമർശവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഇത്. ഈ വാർത്തയ്ക്ക് ഉള്ളടക്കം ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനമുണ്ട് എന്നാണ് ജി സുധാകരൻ പറയുന്നത്. പാവപ്പെട്ടവൻ്റെ വീടായ ചെറ്റപ്പുര, ചെറ്റക്കുടിൽ എന്നിവയുടെ പ്രതീകമാണ് ചെറ്റ എന്നാണ് സുധാകരൻ പറയുന്നത്. വലിയ പ്രാധാന്യത്തിൽ ഇന്ന് മുൻപേജിൽ നൽകുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മലയാള മനോരമ മുൻപേജിൽ നൽകുന്നത് കേരളത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ്. കറണ്ട് കണക്ക് പാളുന്നു എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ വൈദ്യുതി ആവശ്യകതയിലുണ്ടാകുന്ന വലിയ കയറ്റിറക്കങ്ങൾ സംസ്ഥാനത്തെ വൈദ്യുതി വാങ്ങലിൻ്റെ ആസൂത്രണത്തെയും ക്രമീകരണങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കയറ്റിറക്കങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാതെ വരുന്നതോടെ സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാകും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാങ്ങലിലെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ധന സർചാർജായി വരുമെന്നതിനാൽ ഉപയോക്താക്കളെയും ഇത് ബാധിക്കും എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമി എടുത്ത് പരിശോധിക്കുമ്പോൾ മാതൃഭൂമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് യുദ്ധമാണ്, പശ്ചിമേഷ്യൻ സംഘർഷമാണ്. ഹോർമുസ് പൂട്ട് തുറക്കാൻ എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി ഈ വാർത്ത ഏതാണ്ട് അരപ്പേജോളം ഇടം നൽകുന്നത്. അതിൽ ട്രംപിൻ്റെ അന്ത്യശാസനം പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നുണ്ട്. ഈ അന്ത്യശാസനവും ഭീഷണിയും എല്ലാം തള്ളിക്കൊണ്ടുള്ള ഇറാൻ്റെ പ്രതികരണവും വരുന്നുണ്ട്. ആഗോള ചരക്കു നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധിയാൽ ലോകരാജ്യങ്ങൾ വലയവ ഇറാന് അന്ത്യശാസനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അതേസമയം തന്നെ ട്രംപ് അന്ത്യശാസനം നൽകുന്നുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. എന്നാൽ ഈ ഭീഷണി ഇറാൻ തള്ളുകയാണ് എന്നും പറയുന്നു. ഇതോടൊപ്പം തന്നെ ആക്രമണവും പ്രത്യാക്രമണവും അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്രയേലിലെ ആണവ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചു എന്ന മറ്റൊരു റിപ്പോർട്ടും നൽകുന്നുണ്ട്. ഡിമോണയിലും റാദിലുമാണ് ആക്രമണം നടന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൊളിറ്റിക്കൽ വാർത്ത, രാഷ്ട്രീയ വാർത്ത മുൻപേജിൽ പ്രധാനപ്പെട്ടതായി മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഡീൽ ഓർ നോ ഡീൽ എന്ന തലക്കെട്ടിൽ പാലക്കാട്ടെ ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഉള്ളടക്കം ഇങ്ങനെ: ഡീൽ ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുമ്പോൾ തിരിച്ചാക്രമിച്ച ഭരണപക്ഷവും BJP CPM ഡീലുണ്ടെന്നും അത് 10 മണ്ഡലങ്ങളിലാണെന്നും ആരോപണത്തിന് തുടക്കമിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഡീൽ 10 സീറ്റുകളിലെന്ന തലക്കെട്ടിൽ പ്രസ്താവന നൽകുന്നു. എന്നാൽ സതീശൻ നുണയനാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രസ്താവനയും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുകയാണ് മാതൃഭൂമി. നുണ പറയുന്നതിനുള്ള നൊബേൽ സമ്മാനം കിട്ടാൻ പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും ഓരോന്നും പറയുകയാണ്. 8-9 നുണയാണ് ഒരു ദിവസം പറയുന്നത് എന്നാണ് MV ഗോവിന്ദൻ പരിഹസിക്കുന്നത്. ഇത് വലിയ പ്രാധാന്യത്തിൽ മുൻപേജിൽ നൽകുന്നുണ്ട്. മാതൃഭൂമി മാധ്യമം എടുത്ത് പരിശോധിക്കുമ്പോഴും യുദ്ധമാണ് പ്രധാനപ്പെട്ട വാർത്തയാകുന്നത്. ഇസ്രയേലിൽ ഇറാൻ തീമഴ എന്ന തലക്കെട്ടിലാണ് ഇത് നൽകുന്നത്. അറാദിൽ 116ഉം ഡിമോണിൽ 64 പേർക്ക് പരിക്ക്. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാൻ്റെ വൈദ്യുതി നിലയങ്ങൾ നാമാവശേഷമാക്കുമെന്ന് ട്രംപ് എന്നിങ്ങനെ പോകുന്ന വിശദാംശങ്ങൾ നൽകിക്കൊണ്ടാണ് മാധ്യമം ഈ വാർത്തയെ സമീപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തൃശ്ശൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. B. ഗോപാലകൃഷ്ണൻ്റെ വിദ്വേഷ വീഡിയോ നീക്കി കേസെടുത്തു എന്നുള്ള വാർത്ത പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ B. ഗോപാലകൃഷ്ണൻ്റെ വിദ്വേഷ പരാമർശങ്ങളിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ലഭിച്ച പരാതിയെ തുടർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U. ഖേൽക്കറിൻ്റെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ ജില്ലാ കളക്ടറാണ് നടപടി സ്വീകരിച്ചത് എന്നും ഈ വാർത്തയിൽ പറയുന്നു. കേരള കൗമുദിയുടെ മുൻപേജിലേക്ക് എത്തുമ്പോൾ ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പാണ് പ്രധാനപ്പെട്ട വാർത്ത. പത്രികാ സമർപ്പണം ഇന്നുവരെ വോട്ടേ എങ്ങോട്ട് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഇതുവരെയുള്ള വിവരങ്ങളൊക്കെ നൽകുന്നുണ്ട് ഈ വാർത്തയിൽ. ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന മട്ടിൽ നേതാക്കൾ പാർട്ടി മുന്നണി മാറി മത്സരിക്കുന്ന
അത്യപൂർവമായ നിയമസഭാ തെരഞ്ഞെടുപ്പെന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരള കൗമുദി വിശേഷിപ്പിക്കുന്നത്. സിറാജ് എടുത്ത് നോക്കുമ്പോൾ യുദ്ധം പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. മറ്റൊരു തലത്തിൽ അതിനെ സമീപിക്കുന്നു. ഈ ഊർജ്ജ യുദ്ധത്തിലേക്ക് എന്നാണ് ഇതിന് തലക്കെട്ട് നൽകുന്നത് സിറാജ്. ആണവ കേന്ദ്രങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനും ഇസ്രയേലും നടത്തുന്ന ആക്രമണമാണ് ഇതിൽ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത്. ലോകം വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക്, ഇന്ധന പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്നതിൻ്റെ വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിൽ നൽകുന്നുണ്ട് സിറാജ്. മംഗളം എടുത്ത് പരിശോധിക്കുമ്പോൾ മംഗളത്തിൻ്റെ മുൻ പേജിൽ വരുന്ന ഒരു വാർത്ത, യുവതി പ്രവേശന വിലക്ക് തുടരണമെന്ന ദേവപ്രശ്നത്തിൽ വ്യക്തമെന്ന തന്ത്രി രാജീവരുടെ വാർത്തയാണ്. ശബരിമലയിൽ യുവതി പ്രവേശന വിലക്ക് തുടരണമെന്നാണ് ദേവപ്രശ്നത്തിൽ വ്യക്തമായതെന്ന് തന്ത്രി കണ്ഠര രാജീവർ സുപ്രീം കോടതിയിൽ ദൈവിക ശക്തിയിൽ നിന്നുള്ള ആധികാരിക നിർദ്ദേശമായി ഇത് അംഗീകരിക്കണമെന്നും തന്ത്രി കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. ഉൾപേജുകളിലേക്ക് എത്തുമ്പോൾ മലയാള മനോരമയുടെ കാഴ്ചപ്പാട് പേജിൽ ഇന്ന് ജോസ് കെ മാണിയുടെ അഭിമുഖമുണ്ട്. LDF ഹാപ്പി, തുടർ ഭരണം തുടരുമെന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഇത് നൽകുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് സീറ്റെണ്ണം കുറഞ്ഞതിൽ പരാതിയുണ്ടോ, CPM ഉറപ്പ് പാലിക്കാതെ പോയെന്നും എന്നിങ്ങനെയുള്ള ചോദ്യത്തിന് സീറ്റ് കുറഞ്ഞതിലെ വിഷമം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ജോസ് കെ മാണി മറുപടി പറയുന്നത്. ഇതോടൊപ്പം കേരള കോൺഗ്രസ് എമ്മിൻ്റെ UDF പ്രവേശനം എപ്പോഴും വാർത്തകളിലുണ്ട്. UDFിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടോ എന്ന ചോദ്യത്തിനാണ് LDFിൽ കേരള കോൺഗ്രസ് എം ഹാപ്പിയാണ് എന്ന് ജോസ് കെ മാണി മറുപടി നൽകുന്നത്. മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു കുറിപ്പ് പ്രാധാന്യത്തോടുകൂടി അവർ നൽകുന്നുണ്ട്. ഞങ്ങളല്ലാതെ മറ്റാര് എന്ന തലക്കെട്ടിലാണ് ഇത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സാമുദായികമോ വർഗീയമോ ആയ കലാപം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാത്തത് സമുദായ സൗഹാർദ്ദത്തിൻ്റെ കാവലാളായി LDF സർക്കാർ മാറുന്നത് കൊണ്ടാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പ്രതിപക്ഷത്തെ നോക്കൂ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കാനെന്ന പേരിൽ പിരിച്ച പണത്തിൻ്റെ കണക്ക് പറയാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ എല്ലാവിധത്തിലും തമ്മിലടിക്കുകയാണ്. ഇങ്ങനെ പോകുന്നു മുഖ്യമന്ത്രിയുടെ കുറിപ്പ്. അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും സമാനമായ വിധം നൽകുമെന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. വീക്ഷണം എടുത്ത് പരിശോധിക്കുമ്പോൾ G സുധാകരൻ്റെ പ്രസ്താവനയാണ് പ്രധാനപ്പെട്ട വാർത്തയാകുന്നത്. പിണറായിക്കെതിരെ ആഞ്ഞടിച്ച് G സുധാകരൻ എന്ന തലക്കെട്ടിലാണത് നൽകുന്നത്. ചെറ്റ എന്നത് പാവപ്പെട്ടവൻ്റെ പുര എന്ന വിളിയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. അത് വീക്ഷണം പ്രധാനത്തോടെ നൽകുകയാണ്. ദേശാഭിമാനി എടുത്ത് പരിശോധിക്കുമ്പോൾ യുദ്ധം പ്രധാനപ്പെട്ട വാർത്തയാകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ആദ്യഘട്ട പ്രചാരണം സർവം LDF എന്ന തലക്കെട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകി പോകുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആദ്യഘട്ട പ്രചാരണത്തിൽ LDF കാതങ്ങൾ മുന്നിലാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്ന് കാണാൻ കഴിയുന്നത്.